വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. അതൊരു സഹോദരിയാണ്. ആ സഹോദരിയുടെ പേര് എസ്തേർ എന്നാണ്. എസ്തേർ ആരായിരുന്നു? അത് ആദ്യം പറഞ്ഞിട്ട് വേണമല്ലോ ബാക്കി കാര്യങ്ങൾ പറയാൻ. എസ്തേർ അപ്പനും അമ്മയും ഇല്ലാതെ വളർന്ന ഒരനാഥ പെൺകുട്ടിയായിരുന്നു. എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു ഓർഫണേജ് പോലെ ഒരു സ്ഥലത്ത് വളർന്ന മൊർദെഖായി എന്ന് പറയുന്ന ഒരു യഹൂദൻ, ഒരു ജൂയിഷ് മാൻ എടുത്തു വളർത്തിയ ഒരു കൊച്ചായിരുന്നു എസ്തേർ. അപ്പനും അമ്മയും അവൾക്ക് നഷ്ടപ്പെട്ടു, കുടുംബം നഷ്ടപ്പെട്ടു, എല്ലാവരും നഷ്ടപ്പെട്ടു. ഒരു മനുഷ്യൻ അവളെ എടുത്തു വളർത്തി. പക്ഷേ അത്ഭുതകരം അവൾ ഒരു രാജ്യത്തിന്റെ രാജ്ഞിയായി മാറി. What is the reason? Not because of her education. അവളുടെ വിദ്യാഭ്യാസമല്ല, അവളുടെ കുടുംബ പശ്ചാത്തലമല്ല, അവളുടെ അപ്പനും അമ്മയും അവൾക്ക് ബാങ്കിൽ ഉണ്ടാക്കിയിട്ടതുമല്ല, അവളുടെ കുടുംബക്കാരുടെ സ്വാധീനവുമല്ല, ആരുടെയും പിന്തുണയുമല്ല. ദൈവത്തിന്റെ ഫേവർ അവളുടെ മേളിലുണ്ടായിരുന്നു. ആരോരുമില്ലാത്ത അനാഥയായ ഒരു പെൺകുട്ടിയായിരുന്നു എസ്തേർ. ഹല്ലേലൂയ. എന്നാൽ മൊർദെഖായി അവളെ എടുത്തു വളർത്തി. പക്ഷെ അവളുടെ മേളിലൊരു സംഭവം ഉണ്ടായിരുന്നു കുഞ്ഞെ. അവളുടെ മേളിൽ ദൈവത്തിന്റെ അനുകൂലതയുണ്ടായി. അത് എങ്ങനെ വെളിപ്പെടുന്നറിയാവോ? അവളെ കാണുന്നവർക്കെല്ലാം അവളോട് പ്രീതി തോന്നാം. പ്രീതി എന്നുള്ള മലയാള ഭാഷയ്ക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എസ്തേർ obtained the favor of God. എസ്തേറിന്റെ മേളിൽ എന്തുണ്ടായിരുന്നു? ദൈവത്തിന്റെ ഫേവർ. ഈ മൊർദെഖായി എടുത്തു വളർത്തിയ ഒരു സാധാ പെൺകൊച്ച്, അവൾക്ക് ഒരു ദിവസം രാജസന്നിധിയിൽ ചെന്ന് നിൽക്കാൻ, രാജാവിൻ്റെ മുൻപിൽ ആ റെഡ് കാർപ്പറ്റിൽ ചെന്ന് നിൽക്കാൻ ഒരു അവസരം കിട്ടി. ആ സമയത്തുണ്ടായ ഒരു സാഹചര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. അവൾ രാജാവിന്റെ ഷണ്ണനും അന്തപുരപാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല. എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും, ആ വാക്ക് ശ്രദ്ധിച്ചോണം, എസ്തേറിനെ കണ്ട എല്ലാവർക്കും, കമോൺ പറഞ്ഞ് എല്ലാവർക്കും എന്താ തോന്നി? അവളോട് പ്രീതി തോന്നും. ഇംഗ്ലീഷിൽ എന്നാ എഴുതിയിരിക്കുന്നത്? And Esther found favor in the eyes of all who saw her. And Esther found favor in the eyes of all who saw her. In the eyes of all. She found the favor in the eyes of all. അവളെ കാണുന്നവർക്കെല്ലാം അവളുടെ മുഖത്തോട്ട് നോക്കും. രണ്ടടി കൊടുക്കാനായിരിക്കും വിളിച്ചേ, പക്ഷെ അവളുടെ മുഖത്തോട്ട് നോക്കുമ്പം കല്ലിന് പകരം പൂ വന്ന് വീഴും. അവളെ കാണുന്നവർക്കെല്ലാം എന്തോ അവൾക്കൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ആ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവളുടെ ഗ്ലാമർ അല്ല, അവളുടെ സൗന്ദര്യമല്ല. ആ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവളുടെ ഹൈറ്റോ എഡ്യൂക്കേഷനോ അല്ല, ദൈവത്തിന്റെ ഫേവർ ആയിരുന്നു. എത്ര പേർ അത് ആഗ്രഹിക്കുന്നു? കമോൺ, ഹല്ലേലൂയ. ഞാനൊരു ഓഫീസിൽ ചെന്ന് നിൽക്കുമ്പോൾ, ഞാനൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ, ഞാനൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ, ഞാനൊരു എയർപോർട്ടിൽ ചെല്ലുമ്പോൾ, എന്നെ കാണുന്നവർക്കെല്ലാം എന്നോട് വെറുപ്പും വിരോധമല്ല തോന്നേണ്ടത്. എന്നെ കാണുന്നവർക്കെല്ലാം എന്നോടൊരു പ്രീതി തോന്നണം, എന്നോടൊരു അനുകൂലത തോന്നണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ മേളിൽ ആ ദൈവത്തിന്റെ ഗ്രേസ്, ആ ദൈവത്തിന്റെ ഫേവർ, ആ ദൈവത്തിന്റെ അനുകൂലത. Come on, put your hand together and praise him this morning. കർത്താവിനെ സ്തുതിച്ച് യേശുവിൻ നാമത്തിൽ അത് വെളിപ്പെടട്ടെ. കർത്താവേ, ആരോടോ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നത്, നിന്നെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാണ്, നിന്നെ കാണുന്നത് പോലും എനിക്ക് പുച്ഛമാണ്, നിന്നെ കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ല, എൻ്റെ കൺമുൻപിൽ പോലും നീ വരരുത് എന്ന് കേട്ടവർ ഇവിടെയുണ്ട്. അവരോട് കർത്താവ് പറയുന്നു, നിന്നെ കാണാൻ കൊതിക്കുന്ന ഒരു സമയങ്ങൾ, നീ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്ന നിമിഷങ്ങൾ, നീ മറ്റുള്ളവർക്ക് ഒരു നന്മയാകുന്ന നിമിഷങ്ങൾ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ഒരുക്കും.